എന്തുകൊണ്ട് ആ ഡ്രൈവറെ കുറ്റപ്പെടുത്തുന്നില്ല? അയാൾ ഓവർ സ്പീഡ് കാരണമല്ലേ ഇവർ രണ്ടുപേരും മരിച്ചത്? ഈ ഓവർ സ്പീഡ് കൊണ്ട് മാത്രമാണ് അയാളെ കുറ്റപ്പെടുത്തി പറയാത്തത്. ആ ഡ്രൈവറെ ഇതുവരെ പറഞ്ഞില്ലല്ലോ. പറയണ്ടേ? അവൻ്റെ ഓവർ സ്പീഡ് കൊണ്ടല്ലേ ഭർത്താവ് കൊച്ചും മരിച്ചത്. അവർക്ക് ഒരു റോളും ഇല്ല, ഞാൻ സമ്മതിക്കുന്നു, വേണ്ട. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെയുള്ള കാര്യം പറയുന്നത്? മനോരമയിലെ ആൾക്കാർ വളരെ വിദഗ്ധമായിട്ട് അങ്ങനെ ഒരു കോൺട്രവേഴ്സി വരാത്ത രീതിയിലുള്ള ചോദ്യമാണ് ചോദിച്ചത്. അപ്പൊ അങ്ങനെ ഉത്തരം കിട്ടും. എടുത്ത് ചോദിക്കണ്ടേ? അവരുടെ സ്റ്റേറ്റ്മെന്റ് അൺറിലയബിൾ, അൺബിലീവബിൾ. ഇതിനെപ്പറ്റി ഒരു സംശയമില്ലാതെ ഒരു പൊട്ടിയിരുന്ന് പറയുന്ന പോലെയാണ് പറഞ്ഞത്. അവര് പറയുന്നത് സാമാന്യ ബുദ്ധിയുള്ള ഒരു സ്ത്രീ പറയുന്ന രീതിയിലല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു കുഞ്ഞു കൊച്ചിനെ കൊണ്ട് ഫ്രണ്ടിൽ എപ്പോൾ വേണമെങ്കിലും ആക്സിഡന്റ് ഉണ്ടാകുന്ന ഒരു അമ്മയ്ക്ക് തീർച്ചയായിട്ടും ആ ചിന്ത ഉണ്ടാകണം. അവർ കൂളായിട്ട് അവിടെ ഇരുന്നുള്ള രീതിയിലാണ് വന്നത്. ഞാൻ അറിഞ്ഞത് ബാലാഭാസ്കർക്ക് 28 ഇഞ്ചുറിയിൽ 8 ഇഞ്ചുറി ആക്സിഡന്റ് ഉണ്ടായതല്ല എന്ന് പറയുന്നുണ്ട്. ഇയാളുടെ വാലറ്റും ഇയാളുടെ പേഴ്സും മറ്റത് ഇയാളുടെ കയ്യിൽ എങ്ങനെ വന്നു? സാറേ, ഈ ബാലഭാസ്കറിന്റെ മരണം വീണ്ടും സജീവ ചർച്ചയായിരിക്കുകയാണ്. ബാലഭാസ്കറിന്റെ ഡ്രൈവർ അർജുന്റെ അറസ്റ്റോടു കൂടിയാണ് വാർത്തകളിൽ ബാലഭാസ്കർ കേസ് വീണ്ടും നിറഞ്ഞു നിന്നത് എങ്കിലും പക്ഷേ മനോരമ ന്യൂസിൽ ലക്ഷ്മി അഭിമുഖം കൊടുത്തതോടുകൂടിയാണ് വീണ്ടും അത് സജീവ ചർച്ചയായിരിക്കുന്നത്. സാർ, ആ അഭിമുഖം കണ്ടിരുന്നു. കണ്ടതിന് ശേഷം അതിലെ പല കാര്യങ്ങളും ഈ ഒരു ഇൻസിഡന്റുമായി പൊരുത്തക്കേടുകളുണ്ട് എന്ന് പറഞ്ഞിരുന്നു. സാറിന് അങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ്? അത് 3-4 കാര്യങ്ങൾ അതിനകത്തുണ്ട്. ലക്ഷ്മി ആ കാര്യം തുറന്നു പറഞ്ഞില്ല. ലക്ഷ്മി ചിലപ്പോൾ ഇന്നസെന്റ് ആയിരിക്കാം, എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഒരു സാമാന്യ ബോധമുള്ള ഒരു സ്ത്രീ ആ കാറിൽ സഞ്ചരിച്ച് ഒരു അപകടത്തിൽപ്പെടുമ്പം ചില കാര്യങ്ങൾ സാധാരണ ബുദ്ധിയുള്ളവർ പറയും. അതൊന്നും ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. അവര് ആ കാറ് തൃശ്ശൂരിൽ നിന്ന് കൊടകര അല്ലെങ്കിൽ ചാലക്കുടി വരെ 100, 110, 120 കിലോമീറ്റർ സ്പീഡിൽ വന്നു. അത് എന്തിനെന്ന് അവർക്കറിയാം. അല്ലെങ്കിൽ അത്രയും സ്പീഡിൽ ഓടിക്കുന്ന എന്തിന്? അവർ മുന്നിൽ കുട്ടിയായിട്ടിരിക്കുകയാണ്, പിന്നിലാണ് ബാലാഭാസ്കർ ഇരിക്കുന്നത്. അതിൻ്റെ വിശദീകരണം പറഞ്ഞില്ല. പക്ഷെ അവരാൽ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർക്ക് യാത്ര ചെയ്യുമ്പോഴുണ്ടാവുന്ന ബുദ്ധിമുട്ടും അതുകൊണ്ട് കണ്ണടച്ചിരിക്കുകയാണ് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മുഖവിലേക്ക് എടുക്കാൻ പറ്റുന്നതല്ലേ? കണ്ണടച്ചിരുന്നാലും ശരി, അവർ ഉറങ്ങിയിരുന്നാലും ശരി, ഒരു വാഹനം ഇത്ര 120 കിലോമീറ്റർ സ്പീഡിൽ പോകുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ടെൻഷൻ ഉളവാക്കും സാധാരണ ഗതികൾക്ക്. എനിക്കൊക്കെ ധാരാളം ടെൻഷനാണ്. ഒരു 60-70 കഴിഞ്ഞാൽ തന്നെ അത്രയും സ്പീഡിൽ പോകുന്ന ഒരു വാഹനത്തിന് അപകടം ഉണ്ടാകും. കാരണം അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. അത്ര സ്പീഡിൽ പോകേണ്ട ഒരു ആവശ്യം അവരുടെ സംസാരത്തിൽ ഇല്ല. പക്ഷെ അവർ പറയുന്നുണ്ട് പിറ്റേ ദിവസം ബാലുവിന് വർക്കൗട്ടിന് പോകണം, വേറെ വർക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ നേരത്തെ എത്താൻ വേണ്ടി ചെയ്തതാണ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ നമ്മളിപ്പോൾ റോഡ് ഒഴിഞ്ഞെടുക്കണമെങ്കിൽ അത്യാവശ്യം സ്പീഡിൽ എല്ലാവരും വാഹനം ഓടിക്കാറുണ്ട്. അങ്ങനെയും നമുക്കത് ചിന്തിക്കാൻ പറ്റത്തില്ല. ആ വിശദീകരണം അംഗീകരിക്കാൻ പറ്റില്ല. കാരണം പിറ്റേ ദിവസം ഇതുണ്ടെങ്കിൽ രാത്രി മുഴുവൻ യാത്ര ചെയ്യുകയാണ്. അവർക്ക് നേരത്തെ വരായിരുന്നല്ലോ. അവിടെ ആ തൃശ്ശൂർ 2 മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്. കൊച്ചിനെ അമ്പലത്തിൽ കൊണ്ടുപോയി അവിടെ അമ്പലത്തിലെ രാവിലെ ചില കർമ്മങ്ങളും ആ കൊച്ചിന് വേണ്ടി അതൊക്കെ ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചു. അതുകൊണ്ട് അന്ന് അവിടെ കിടന്ന് രാവിലെ അമ്പലത്തിൽ തൊഴുതിട്ട് വരാനിരുന്നവരാണ്. പെട്ടെന്ന് ഒരാവശ്യം ഉണ്ടായത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. അത് അവരും പറയുന്നില്ല. അത് ഇവിടെ ഒരു പരിപാടി ഉണ്ടാവും, പക്ഷെ അതിൻ്റെ ഡേറ്റ് ഒന്നുമില്ല. അതൊക്കെ അന്നേ ചർച്ചയിലൊക്കെ ഒത്തിരി വന്നതാണ്. ഒരു കുഞ്ഞു കൊച്ചിനെ കൊണ്ട് ഫ്രണ്ടിൽ എപ്പോൾ വേണമെങ്കിലും ആക്സിഡന്റ് ഉണ്ടാകുന്ന ഒരു അമ്മയ്ക്ക് തീർച്ചയായിട്ടും ആ ചിന്ത ഉണ്ടാകണം. അവർ കൂളായിട്ട് അവിടെ ഇരുന്നുള്ള രീതിയിലാണ് വന്നത്. എന്തുകൊണ്ടാണ് തൃശ്ശൂരിൽ നിന്ന് പെട്ടെന്ന് അവിടെ 2 മുറി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് അന്ന് രാത്രി താമസിക്കാൻ, അത് എന്തുകൊണ്ട് ആ മുറി നേരത്തെ പ്ലാൻ ചെയ്ത് അങ്ങനെയാണല്ലോ, പ്ലാനിന് മാറ്റം വന്നിരിക്കുന്നു. ആ ഇരുന്ന സ്ഥലത്ത് ഈ ഡ്രൈവർ അർജുൻ, അപ്പു എന്ന് പറഞ്ഞ ഡ്രൈവർ, ഇവർ അമ്പലത്തിൽ അവിടെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞപ്പം അവിടെ കാർ ഓടിച്ചത് ബാലാഭാസ്കർ. ആ പയ്യനവിടെ ഇല്ല. അവനുണ്ട്, പക്ഷെ അവൻ വേറെ തിരക്കായിട്ട് 100 സ്ഥലത്ത് പോകുന്നത് എന്തിന്? സംശയമാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഈ സ്പോട്ടിൽ വന്ന് അതിന് ശേഷം ഉണ്ടായ കാര്യങ്ങൾ അതുവരെ ഈ ഇടയ്ക്ക് കൊല്ലം കഴിഞ്ഞ് ഒരു സ്ഥലത്ത് അവർ ഒരു കടയിൽ കയറി അവിടെ ജ്യൂസൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇവർക്ക് ചോദിച്ചിട്ട് വേണ്ട എന്ന് പറഞ്ഞതായിട്ടാണ് അറിയുന്നത്. ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അവിടെ വണ്ടി നിർത്തിയല്ലോ. അതിനുശേഷം ഈ വണ്ടി ചേസ് ചെയ്തായിട്ട് അത് ഇവരെ പരിചയം പോലും ഇല്ലാത്ത ശോഭി ജോർജ് പറയുന്നുണ്ട്. പക്ഷേ ഈ ചേസ് ചെയ്ത് സാർ ഈ വാഹനത്തിനെ തുടക്കം മുതലേ ചേസ് ചെയ്തെന്ന് പറയുന്നുണ്ട്. എല്ലാ അഭിമുഖങ്ങളിലും സാർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഒരു ചേസ് നടന്നെങ്കിൽ ഇവരെ ഇടയ്ക്ക് വെള്ളം കുടിക്കാനൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോഴൊന്നും ഒരു സൂചന പോലും ഉണ്ടായിട്ടില്ല അത്തരത്തിൽ ചേസിന് കാര്യം. അങ്ങനെയാണെങ്കിൽ അത് ലക്ഷ്മി കൃത്യമായിട്ട് പറയുമായിരുന്നു. അവർക്കൊരു സംശയം പോലും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്.
അത് എങ്ങനെയാണ് പ്രകാശൻ തമ്പി അവർ ഈ സ്പോട്ടിൽ വന്നത്? അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് ഇവരാണ് കൊണ്ടുപോകുന്നത്. അതെങ്ങനെ സംശയമല്ല, ഇന്നും അത് സംശയം എനിക്ക് മാറിയിട്ടില്ല. അവരെന്തിനാ വന്നത് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യണം. ആ പ്രകാശൻ തമ്പിയുടെയും ഒരാൾ, ഈ 2 ആങ്കർമാരിൽ ഒരാൾ ആ സ്പോട്ടിലുണ്ട്. അത് എങ്ങനെ വന്നു, അപകടം ഉണ്ടായ സ്പോട്ടിൽ എങ്ങനെ വന്നു എന്നുള്ളത് ഇന്ന് സംശയമാണ്. രണ്ടാമത്, ഇയാളുടെ വാലറ്റും ഇയാളുടെ പേഴ്സും മറ്റത് ഇയാളുടെ കയ്യിൽ എങ്ങനെ വന്നു പറയണോ? അത് സ്പോട്ടിൽ ഒന്നെങ്കിൽ ഭാര്യയുടെ കയ്യിലോ അല്ലെങ്കിൽ അവിടെ കൂടി നിന്നവരോ ആരെങ്കിലും അത് എടുത്ത് പോലീസിൽ ഏൽപ്പിക്കണം. അല്ലേ, ഇതെങ്ങനെ ഇയാളുടെ കൈ വന്നു? പക്ഷെ ഇതെല്ലാം ഈ നമുക്കൊരു ആരോപണങ്ങളായിട്ട് പറയാം എന്നതിനപ്പുറം ഇതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ട് ഒരു പക്ഷേ ലക്ഷ്മിക്ക് അറിവുണ്ടായി എന്ന് വരില്ലല്ലോ. അറിയണമല്ലോ, ഭർത്താവല്ലേ മരിച്ചത്. പക്ഷെ എങ്കിലും ഇത് അർജുൻ ഇതിനിടയിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണ ലക്ഷ്മിക്ക് ഇല്ലെങ്കിൽ അവർ തുറന്നാണല്ലോ പറഞ്ഞത്. അവർക്കും നഷ്ടപ്പെട്ടത് ഭർത്താവിനെയാണ്, മകളെയാണ്. അപ്പോൾ അവർക്കതിൽ ഒളിച്ചു വെക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഉണ്ടാവുമോ? അല്ല, ഞാനിപ്പോ അതിലോട്ട് അവര് പറയുന്നത് സാമാന്യ ബുദ്ധിയുള്ള ഒരു സ്ത്രീ പറയുന്ന രീതിയിലല്ല പറഞ്ഞിരിക്കുന്നത്. അത് ഏത് വിവരമില്ലാത്ത പഠിപ്പില്ലാത്ത ഒരാളായാലും ശരി, ഇത്രയും സ്പീഡിൽ പോകുന്ന വണ്ടി സ്പീഡിൽ പോകുന്ന അത് തടയണം. ഒന്ന് തയ്യറ്റില്ല. അതിനുശേഷം ബാലാഭാസ്കറിന്റെ വാഹനത്തിൽ അവിടെ അത് മുൻവശവും പിൻവശവും പൊട്ടിച്ചെടുത്തിട്ടാണ്, ചില്ലടിച്ച് പൊട്ടിച്ചിട്ടാണ് ഇവരെ രക്ഷപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ. പക്ഷേ ഇവർക്ക് ഇഞ്ചുറി ഉണ്ടായ ശേഷം ഒരു കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ്, അതുവരെ ആരോടിച്ചതിനെ പറ്റി ഇവർ പറയുന്നില്ല. അതിനുശേഷം ആണ് ഇത് ഓടിച്ചത് അപ്പു എന്ന് പറയുന്ന അവനാണെന്ന്. കാരണം അവൻ്റെ 2 കാലും ഒടിഞ്ഞുപോയി. അത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പിൻ സീറ്റിൽ കിടന്ന ആളാണിത്. പക്ഷെ അതിനകത്ത് പോലീസ് വളരെ ഡീപ്പായിട്ട് CBI പോലും പോയിട്ടില്ല. ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് അവിടെ വന്ന ഇവർ 2 പേരെയും ആങ്കർമാരായി നിന്നതിൽ ഒരാൾ പ്രകാശൻ തമ്പിയാണെന്ന്. അയാൾ അവിടെ വന്നപ്പം ഇതുമായിട്ട് ബന്ധപ്പെടാത്ത രീതിയിൽ ചെയ്സ് എന്ന് പറയാൻ കാരണം, ഞാൻ അന്നുപോലെ അത് പറയുന്നതിൻ്റെ കാരണം, ഈ വാഹനം ഇടിച്ചതിന് മുമ്പിൽ ഒരു ബുള്ളറ്റ് വണ്ണമുള്ള ഒരാൾ ആ ബുള്ളറ്റ് തള്ളി കാലുകൊണ്ട് തള്ളിപ്പോവുകയും അയാളുടെ കയ്യിൽ നിന്ന് ഒരു പൊതി വാങ്ങിച്ച ഒരു പയ്യൻ നേരെ റോഡ് ക്രോസ് ചെയ്തു ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോയി. അപ്പം ഞാൻ അന്നേ നിശ്ചയിച്ചു ഇത് ചെയ്സാണ്, അത്രയും സ്പീഡിൽ വന്നു. അതിൻ്റെ ഇടയ്ക്ക് സ്പീഡ് കൂടിയതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതേപ്പറ്റി ഇപ്പം എനിക്ക് അതേപ്പറ്റി വലിയ നോളജ് ഇല്ല. ഒത്തിരി സ്പീഡിൽ വീണ്ടും വണ്ടി ചില സമയത്ത് സ്പീഡ് കൂടി ചെല്ലും. പക്ഷേ ഇവിടെ വന്ന് ആ സ്പോട്ടിൽ ഞാൻ പോയി കണ്ടതാണ്. ഒരു ചേസ് ഉണ്ടാകുമ്പം 2-3 വണ്ടികൾ ഇതിനെ പിന്തുടർച്ചയായിട്ട് വന്നാൽ അവർ ഈ മുന്നേ പോകുന്ന സ്പീഡിലുള്ള വണ്ടിയെ റോഡിൻ്റെ സൈഡിലോട്ട് ഒതുക്കും. ചേസ് അങ്ങനെ ഒതുക്കുന്ന സമയത്ത് ഹൈ സ്പീഡിൽ പോകുന്ന വണ്ടി ടാറിൻ്റെ നിന്ന് മാറി അവർ മണ്ണ് റോഡിൽ കൂടെ അങ്ങ് പോകേണ്ടി വരും. ഇവിടെ 200 മീറ്റർ ഞാൻ ഏകദേശം അത് അളന്നതാണ്. കാരണം 200 മീറ്റർ റോഡിൻ്റെ വലതുവശത്ത് CRP ക്യാമ്പിന് കഴിഞ്ഞാൽ ഉടൻ പള്ളിപ്പുറത്തോട്ട് എത്തുമ്പോൾ റോഡിൻ്റെ വലതുവശം റോഡിൻ്റെ വീതിയിൽ തന്നെ മണ്ണ് റോഡുണ്ട്. ആ മണ്ണ് റോഡിൽ കൂടെ 200 മീറ്ററോളം അത് ഞാൻ അളന്നു നോക്കിയതാണ്. 200 മീറ്ററോളം സഞ്ചരിച്ച് ചെന്ന് ആ മണ്ണ് റോഡിൻ്റെ അവിടെ നിന്ന് വലിയ മരത്തിൽ ഇടിച്ചാണ് നിന്നത്. അത് തീർച്ചയായും നല്ല ബോധമുണ്ടല്ലോ. ഇവർ ഉറക്കമായാലും ശരി, വണ്ടി പാളി പോകുമ്പോൾ അവർക്ക് അറിയാമല്ലോ ട്രാക്ക്, അതൊന്നും അവർ പറയുന്നില്ല. അല്ല, വണ്ടി പാളിപ്പോയെന്ന പോലെയായിട്ട് തോന്നുന്നു എന്നൊക്കെ അവർ പറഞ്ഞു. അതിനുശേഷം ബോധം നഷ്ടപ്പെട്ടു, അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇല്ല, അത് അവരെ ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്ന ഒരു സംശയവും ഇതൊരു അപകടം ഉണ്ടായതിനെ പറ്റിയോ അല്ലെങ്കിൽ അതിന് മുമ്പിൽ ഓവർ സ്പീഡിൽ വന്നതിനെ പറ്റിയോ ഇതിനെപ്പറ്റി ഒന്നും ഒരു സംശയമില്ലാതെ ഒരു പൊട്ടിയിരുന്ന് പറയുന്ന പോലെയാണ് പറഞ്ഞത്. സാധാരണ ജനങ്ങൾ വിദ്യാഭ്യാസം ഇല്ലാതായാലും ശരി ഒരു ഡൗട്ടൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നും. സംശയങ്ങൾ ഉണ്ടെങ്കിലും സാർ, പക്ഷേ ഇത് പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞതാണ്, CBI അന്വേഷിച്ചു കഴിഞ്ഞതാണ്, ഒരു തെളിവും ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തെങ്കിലും ഒരു സൂചന ഇത്രയും പേർക്ക് ലക്ഷ്മി മൊഴി കൊടുത്താണ്. എന്തെങ്കിലും കളവുണ്ടെങ്കിൽ ഒരു സൂചനയെങ്കിലും അവർക്ക് കിട്ടേണ്ടതല്ലേ? ആയിക്കോട്ടെ, അവർക്ക് അറിയില്ല എന്ന് വിചാരിച്ചോളൂ. പക്ഷേ ഇവിടെ അപകടം ഉണ്ടായതിന് മുമ്പ് 2 മാസം മുമ്പ് അവര് ഈ പ്രകാശൻ തമ്പി ഇദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു സ്വർണം കടത്തിയിട്ടുണ്ട് ഉണ്ടല്ലോ. അതിന് തർക്കമില്ല, അത് ഇവിടെ കസ്റ്റംസ് പിടിച്ച. അതിന് ആ കാര്യത്തെപ്പറ്റി CBI അന്വേഷിച്ചില്ല, ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചില്ല, ലോക്കൽ പോലീസും അന്വേഷിച്ചില്ല. വേണ്ടേ, അവരന്വേഷിച്ചിട്ടില്ല. അപ്പോൾ അതും ഇതുമായിട്ട് ബന്ധമുണ്ട്. ഇത് ഞാൻ പറയുന്നത് ഇതൊരു റോബറി ഡക്കോയിറ്റിയാണ്. എൻ്റെ കാറിലിരിക്കുന്ന സ്വർണം, എൻ്റെ കാറിലിരിക്കുന്ന പ്രോപ്പർട്ടി എടുക്കാൻ വേറെ ചില വാഹനങ്ങൾ
എന്നെ ചേസ് ചെയ്ത് ഞാൻ ആ അന്തം വിട്ട് വാഹനം 100, 110, 100 കിലോമീറ്റർ ഓടിച്ചു പോകുന്ന സന്ദർഭത്തിൽ അന്നേരം ഒരു അപകടം ഉണ്ടായി. അതിനകത്തിരുന്ന ആള് കൊല്ലപ്പെട്ടാൽ അത് മർഡറാണ്, റോബറി ഡക്കോയിറ്റിയുടെ ഭാഗമാണ്. അത് എടുക്കാനുള്ള ശ്രമത്തിൽ ഉണ്ടോ ഇല്ലയോ അത് വേറെ കാര്യം, പോട്ടെ. അതിനകത്തൊരു ബൂട്ടി എടുക്കാനുള്ള ശ്രമത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. അത് റോബറി ഡക്കോയിറ്റിയുടെ ഭാഗം തന്നെയായിട്ടാണ് ഞാൻ പറയുന്നത്. അത് മർഡറാണ്. ഓക്കെ, ഇതിൽ അങ്ങനെ തന്നെയാണെന്ന് ഇരിക്കട്ടെ. ഒരു പക്ഷെ ഒരു കേസ് നടന്നു, അല്ലെങ്കിൽ സ്വർണം അപഹരിച്ചുകൊണ്ടുപോയി, അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് തന്നെയായിരുന്നു ഒരു പക്ഷെ ഇതിൽ നടന്നത് എങ്കിലും നമ്മളത് ഒരു സംശയത്തിന് മുന്നേ ലക്ഷ്മിയിലേക്ക് തന്നെയാണ് എല്ലാവരും അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തനിക്കിതിൽ പങ്കില്ല, അതിനെക്കുറിച്ച് അറിയുന്നില്ല, അതിലൊരു ദുസ്സൂചനകളില്ല എന്ന് ലക്ഷ്മി പറഞ്ഞു വെക്കുമ്പോൾ എല്ലാം അർജുനിലേക്ക് കേന്ദ്രീകരിക്കുന്നുണ്ട്. അപ്പോൾ അർജുൻ അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു സംഭവമായിരിക്കുമോ ലക്ഷ്മിക്കും ബാലഭാസ്കറിനും ഒന്നും അതിൽ ഒരു കയ്യും ഇല്ലാത്ത ഒരു ഇതുണ്ടാവില്ലേ? സാധ്യതയുണ്ട്. ഞാനത് നിഷേധിക്കുന്നില്ല. പക്ഷെ സാധാരണ ഒരു സ്ത്രീ പറയേണ്ട വിവരങ്ങളൊന്നും ഇതിനകത്ത് പറയുന്നില്ല. പക്ഷെ അവർക്ക് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ എന്നൊരു പരിഗണന എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു നഷ്ടപ്പെട്ടിരിക്കുന്ന ഭർത്താവിനെയാണ്, സ്വന്തം കുഞ്ഞിനെയാണ്. ആ ഒരു മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. ഓരോരുത്തർക്ക് വരുന്ന അനുഭവമല്ലേ. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിലായിരിക്കും അതിൽ നിന്നും ഇതുവരെ അവർ മുക്തയായിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അഭിമുഖം അങ്ങനെ കൊടുത്തത്. നമുക്ക് അല്ലെങ്കിൽ പോലീസിന്, CBIക്ക് ആ രീതിയിൽ ഒരു അന്വേഷണം നടത്താമായിരുന്നല്ലോ. എന്തുകൊണ്ട് അങ്ങനെ ഒരു അന്വേഷണം നടത്തിയില്ല? എന്തുകൊണ്ട് ആ ഡ്രൈവറെ കുറ്റപ്പെടുത്തുന്നില്ല? അയാൾ ഓവർ സ്പീഡ് കാരണമല്ലേ ഇവർ രണ്ടുപേരും മരിച്ചത്? സാമാന്യ ബോധമുള്ള ഒരു സ്ത്രീയോ പുരുഷനോ അവര് മറ്റൊരുത്തന്റെ ചുമ്മാ ആരോപണം പറയുന്ന സ്വഭാവമാണ് മലയാളികൾക്കുള്ളത്. പക്ഷെ ഈ ഓവർ സ്പീഡ് കൊണ്ട് മാത്രമാണ് അയാളെ കുറ്റപ്പെടുത്തി പറയാത്തത്. ആ ഡ്രൈവറെ ഇതുവരെ പറഞ്ഞില്ലല്ലോ. പറയണ്ടേ? അവന്റെ ഓവർ സ്പീഡ് കൊണ്ടല്ലേ ഭർത്താവ് കൊച്ചും മരിച്ചത്. അവർക്ക് ഒരു റോളും ഇല്ല, ഞാൻ സമ്മതിക്കുന്നു, വേണ്ട. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെയുള്ള കാര്യം പറയുന്നത്? സാധാരണഗതി ഒരു ആശുപത്രി പോയി ചികിത്സിച്ചാൽ എന്തെങ്കിലും ഒരു ഇത് പറ്റിക്കഴിഞ്ഞാൽ ഡോക്ടർമാരെ സ്ഥിരം കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്, ഇല്ലേ? എല്ലായിടത്തും അങ്ങനെയാണ്. എന്തെങ്കിലും രീതി ഒരു പാകപ്പഴം മറ്റിടത്ത് ഉണ്ടായത് ചുമ്മാ മനസ്സിൽ തോന്നിയാൽ അപ്പോഴേ പ്രതികരിക്കും മലയാളികൾ. ഇവിടെ അതില്ല. അവന്റെ കാരണമല്ലേ ഈ ഹസ്ബൻഡും കൊച്ചും മരിച്ചത്. ആ ഓവർ സ്പീഡ്. അവൻ വണ്ടി എവിടെയെങ്കിലും നിർത്താത്തത്. അവൻ അങ്ങനെ അവൻ ആ റിസ്ക് എടുത്ത് ഓടിക്കുന്നതാണ്. ഏതെങ്കിലും കടയുടെ മുന്നിൽ കൊണ്ടത് ഇനി ഓടിക്കുന്നില്ല എന്ന് പറഞ്ഞാത്തത് ഓരേ ജീവൻ രക്ഷിക്കുന്ന അങ്ങനെയല്ല നമ്മൾ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ടേ. പിന്നെ മനോരമയിലെ ആൾക്കാർ വളരെ വിദഗ്ധമായിട്ട് അങ്ങനെ ഒരു കോൺട്രവേഴ്സി വരാത്ത രീതിയിലുള്ള ചോദ്യമാണ് ചോദിച്ചത്. അപ്പൊ അങ്ങനെ ഉത്തരം കിട്ടും. എടുത്ത് ചോദിക്കണ്ടേ? ആ ചോദ്യം ചോദിക്കത്തില്ല. ഈ ബാലഭാസ്കറിന്റെ മരണത്തിന്, കൊച്ചിന്റെ മരണത്തിന് ഡ്രൈവർ ഉത്തരവാദിയാണോ ചോദിക്കണ്ടേ? അല്ലെന്ന് പറയട്ടെ, അവർ പറയട്ടെ, അല്ലെന്ന് പറയട്ടെ. നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകത്തില്ലേ? പക്ഷെ എന്തായാലും സ്വാഭാവികമായിട്ട് അയാൾ തന്നെയാണ് ഉത്തരവാദി. ഇല്ല, അത് പറയാം. അത് നമ്മൾ പറയുന്നതാണ്. അതിനകത്ത് ഇരുന്നവരാണ് അത് പറയേണ്ടത്. അനുഭവിച്ചവരാണ് പറയുന്നത്. അവർക്ക് 2 ജീവൻ നഷ്ടപ്പെട്ടു പോയി, സ്വന്തം കൊച്ചും പോയി, ഇതും പോയി. അവരാണ് ഇവന്റെ ഭാഗത്ത് ഇവൻ ഒരു കുഴപ്പമില്ലെന്ന് പറയട്ടത്. അത് പറയട്ടെന്ത്? നമ്മളൊരു ഇൻവെസ്റ്റിഗേറ്ററാണ്. പ്രോബ് ചെയ്യേണ്ട കാര്യം പ്രോബ് ചെയ്തേ പറ്റുള്ളൂ. അത് ചോദിക്കാം. അവരെ വ്രണപ്പെടുത്തുന്ന അത് വ്രണപ്പെടുത്തും ചില ചോദ്യങ്ങൾ. അതിനോട് ചോദിക്കാൻ പറ്റില്ല. അത് നമ്മൾ ഒരു വളരെ സോഫ്റ്റായ മനസ്സുള്ളവരൊക്കെ അയ്യോ ആർക്ക് വേദന ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ചോദിക്കുന്നില്ല. ഫാക്റ്റാണ് ചോദിക്കുന്നത്. അവരെന്തുകൊണ്ട് അവർക്കുണ്ടായ നഷ്ടത്തിന് ഇവൻ കുറ്റക്കാരനല്ല എന്ന് പറയട്ടെന്ന്. ക്ലിയർ ആവില്ല കാര്യം. അല്ലെങ്കിൽ ആണെന്ന് പറയട്ടെ. അവന് ഒരു കുഴപ്പവും ചെയ്തില്ല എന്ന് അങ്ങനെയെങ്കിലും പറയട്ടെ. എന്താണ് നടന്നെന്ന് പൊതുജനങ്ങൾക്കറിയാം ഇപ്പോൾ അവിടെ. അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്നറിയാം. 200 മീറ്ററോളം ഓഫ് ട്രാക്കിൽ പോയതാണ്. ഇവൻ എന്തുകൊണ്ട് അതും പറയാനല്ലോ. ഇവന് നേരത്തെ 2 ATM കവർച്ച കേസ് പ്രതിയല്ലേ, ഒരു മോഷണ കേസ് പ്രതിയല്ലേ. അതിനപ്പുറമല്ല ഇവൻ കാണിച്ചിരിക്കുന്നത്. 350 പവൻ തട്ടിക്കൊണ്ടുപോയ അവര് 4 പേര് അവിടെ പോലീസും നാട്ടുകാരും പിടിച്ചു. 5 പേര് അതേ കാറിൽ രക്ഷപ്പെട്ടു പോയവരെ വീണ്ടും രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന് ഇവന്റെ കാറിലാണ്, സ്വർണമായിട്ട്, ബൂട്ടിയായിട്ട്. അവനെയാണ് ഡ്രൈവറായിട്ട് വെച്ചത്. അപ്പൊ അതുകൊണ്ട് അവനെ കുറ്റപ്പെടുത്തി പറയണ്ടേ? പറഞ്ഞില്ല. തീർച്ചയായിട്ടും പറയണം. സാമാന്യബോധമുള്ളവർ പറയും. എന്തുകൊണ്ട് പറഞ്ഞില്ല? അവന്റെ കുഴപ്പമില്ല എന്ന് പറയട്ടെന്ന്. ഏതെങ്കിലും ഒന്ന് പറയട്ടെ. അതിലോട്ട് പറയില്ല. അതുകൊണ്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ് അൺറിലയബിൾ, അൺബിലീവബിൾ. ഇക്കാര്യങ്ങൾ കൊണ്ട് മാത്രം എന്തായാലും ഒരു ദുരൂഹതയുണ്ട്, അത് ഉറപ്പ് തന്നെയാണ്. പക്ഷേ ഇക്കാര്യങ്ങൾ നമ്മളിങ്ങനെ സംശയിക്കുന്നിടത്തോളം കാലം ഈ ലക്ഷ്മി എന്നൊരു സ്ത്രീയെ കേന്ദ്രീകരിച്ച് ലക്ഷ്മിയെ ഇങ്ങനെ സംശയം നിഴലിൽ എപ്പോഴെങ്കിലും നിർത്താൻ പറ്റുമോ? വേണ്ട, ലക്ഷ്മി വിട്ടുകളങ്ങ്. പ്രതിയുണ്ടല്ലോ നമുക്കവിടെ. കാർ ഓടിച്ചവനിപ്പം വേറൊരു റോബറി കേസിനകത്ത് പ്രതിയല്ലേ.
ലക്ഷ്മിയെ വിട്ടേരെ, അവരുടെ സ്വന്തം കൊച്ചും ഹസ്ബൻഡും നഷ്ടപ്പെട്ടാണ്. പോലീസ് വിട്ടോ, അതിന് തടസ്സമില്ലാന്നേ. പക്ഷെ കുറ്റമല്ലേ? അതിലോട്ട് പോലീസ് വരാത്തത്, അതിലേക്ക് CBI വരാത്തത്, അതിലേക്ക് ക്രൈംബ്രാഞ്ച് വരാത്തത്, ലോക്കൽ പോലീസ് വരാത്തത്. അയാൾക്ക് ഞാൻ അറിഞ്ഞത് ബാലാഭാസ്കർക്ക് 28 ഇഞ്ചുറിയിൽ 8 ഇഞ്ചുറി ആക്സിഡന്റ് ഉണ്ടായതല്ല എന്ന് പറയുന്നുണ്ട്. അതൊക്കെ എന്താ പറയും? ഒരു കൊലപാതകം തന്നെയാണെന്ന് പറയാം. അപ്പോൾ അതൊരു ഡക്കോയിറ്റിയിലുള്ള കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതല്ല, ഒരു ബൂട്ടി, ഒരു മോഷണം, അല്ലെങ്കിൽ ഒരു അതിനകത്ത് വെച്ചിട്ട് മുതലെടുക്കാൻ നേരത്തെ അവരെ ചേസ് ചെയ്തപ്പോൾ മരണം അന്നേരം സംഭവിച്ചതാണ്. അപ്പോൾ ഡക്കോയിറ്റിയാണ് അത്. പോലീസ് CBI ഡക്കോയിറ്റിക്ക് കേസ് ചാർജ് ചെയ്യട്ടെ. ഓക്കെ, ഇത് വരുമ്പോൾ CBI അന്വേഷണം കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്ത് സാധ്യതയുണ്ട്? ഇത്രത്തോളം ആരോപണങ്ങൾ വീണ്ടും വീണ്ടും ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ CBI ഒരു പുനരന്വേഷണത്തിന് തയ്യാറാകുമോ? ആണല്ലോ. പുതിയ അന്വേഷണത്തെ വെളിച്ചത്തിൽ ഈ കേസിലെ ആള് സ്വർണം കടത്ത് കേസിനകത്ത്, ആ സ്വർണം കടത്ത് കേസിനകത്ത് കുറച്ച് വിവരങ്ങൾ സോഫി ജോർജ് പറയുന്നുണ്ട്. ഞാനതിപ്പം പറയുന്നില്ല, എനിക്ക് അത് ശരിയാണോ തെറ്റാന്ന് അറിയത്തില്ല. പക്ഷെ സോഫി ജോർജ് പുതിയ പുതിയ ആരോപണങ്ങൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം വിശ്വാസ്യതയുണ്ട് എന്നത് വേറൊരു വശം. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം CBI ഒരിക്കൽ അന്വേഷിച്ചതാണ്. വീണ്ടും പുതിയ ആരോപണങ്ങൾ വരുമ്പോൾ അദ്ദേഹം മൂർച്ചയുള്ള ആരോപണങ്ങളുമായി വീണ്ടും വീണ്ടും സോഫി രംഗത്ത് വരുന്നു. ഇത് കേസിന് ഇങ്ങനെ ആൾക്കാർക്കിടയിൽ ഒരു സംശയ നിഴൽ സൃഷ്ടിക്കുക എന്നതിനപ്പുറം അന്വേഷണ സംഘത്തിന് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? എന്തിനാണ് ഈ അയാളെ അവിശ്വസിക്കുന്നത്? അയാൾ കുറ്റക്കാരനാക്കിയിട്ടാണല്ലോ ലോക്കലും. അത് അതിനോടൊക്കെ പോകുന്നത് എന്താണ്? ഒരു ക്രിമിനലായ ഒരാൾ ഒരു സത്യം പറഞ്ഞാൽ സത്യമായിട്ട് അംഗീകരിക്കണ്ടേ നമ്മൾ? അത് അയാൾ ക്രിമിനൽ ആയിക്കോട്ടെ, അയാൾ പറഞ്ഞ കാര്യത്തിനകത്ത് ഞാൻ അതിനകത്ത് കുറച്ചുകൂടെ അപ്പുറത്തോട്ട് നേരത്തെ എവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കണ്ട 3-4 കാറ് അയാള് പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങി പോരാൻ നേരത്ത് റോഡിൽ കശപിശ ഉണ്ടാക്കി 3-4 കാറ്. ആ 3 കാറും അവിടെ കണ്ടെന്നാണ് അയാൾ പറയുന്നത്. ആ കാറ് പിന്നീട് കൊടകരയില് ചേസ് ചെയ്ത് സ്വർണം തട്ടുന്ന ഗ്യാങ് താമസിച്ച വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ആ കണ്ടെടുത്ത് പാലക്കാട് സൗത്തും നോർത്തിലെ സർക്കിൾ ഇൻസ്പെക്ടർ അവിടെ പിടിച്ചിട്ടുണ്ട്. അവിടെ ചെലവും കൊടുത്ത് ഒരു 2 നില വീട് എടുത്തിട്ട് 10-20 വാഹനങ്ങൾ വാടകയ്ക്ക് എടുത്ത് അവിടെ ഇട്ട് സ്വർണം പൊട്ടിക്കാൻ നടന്ന ഗ്യാങ്ങിലുള്ള അതിനകത്ത് ഉൾപ്പെട്ട കാറാണ് ഇയാൾ കണ്ടതെന്ന് അത് അവിടെ കിടപ്പുണ്ട്. നോക്കണ്ടേ പോലീസ്? എന്താ നോക്കാത്ത? പക്ഷേ സാറേ ഈ പറയുന്ന പോലെ പോലീസ് അന്വേഷിച്ചു, ക്രൈംബ്രാഞ്ച്, ഒടുവിൽ CBI, ഇവർക്കൊന്നും ഒരു ക്ലൂ പോലും ഇതുമായി ബന്ധപ്പെട്ട് ഇതൊരു കൊലപാതകമാണ് അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു സൂചനകളും ലഭിച്ചിട്ടില്ല. അപ്പോൾ അത്രയും വലിയൊരു ശക്തി ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു. വേണ്ട, അന്ന് വേണ്ടല്ലേ. ഇപ്പൊ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പൊ ഈ കാർ ഇരുന്ന സ്വർണ്ണക്കടത്തിനകത്ത് വന്നു. ഇപ്പോഴും ഒരു സ്വർണ്ണക്കടത്തിൽ പെട്ടു എന്നതിനപ്പുറം ബാലഭാസ്കറിന്റെ അപകടവുമായി ബന്ധപ്പെട്ട് പുതിയൊന്നും വന്നിട്ടില്ലല്ലോ. അതിലെ ഡ്രൈവറല്ലേ പുതിയതല്ലേ വന്നത്? ഇതുവരെ അറിയാത്ത CBIക്ക് പോലും അറിയാത്ത ഒരു കാര്യമില്ല. അന്നത്തെ ഡ്രൈവർ സ്വർണ്ണക്കടത്ത് ഇപ്പോഴും പിടിവിട്ടിരിക്കുന്നു. അപ്പം ബേസിക് ആയിട്ട് അയാൾക്ക് പ്രീവിയസ് ആയിട്ട് ഒരു 2-3 കേസുകളുള്ളതാണ്, മോഷണ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള. എന്തുകൊണ്ട് അയാളെ ചോദ്യം ചെയ്ത് ബ്രേക്ക് ചെയ്തില്ല? അത് കസ്റ്റോഡിയൽ ഇന്റർവേഷൻ നടത്തിയല്ലേ പറ്റുള്ളൂ. അയാളെ ചോദ്യം ചെയ്തില്ല. അവിടെ നമ്മൾ അവരുമായിട്ട് ഡിഫർ ചെയ്യുന്ന കാര്യം അതാണ്. അത് അങ്ങനെയല്ല അന്വേഷിക്കുന്നത്. ഈ പറഞ്ഞ വിവരത്തെ പറ്റി അയാളെ കൊണ്ടുപോയി അവിടെ നുണപരിശോധനയ്ക്കൊക്കെ കൊണ്ടുപോവുക, അതാണോ ചെയ്യേണ്ടത്? ഞാൻ അതിനോട് എതിരാണ്. നുണപരിശോധന എന്ന് പറയുന്നത് സോഡിയം പെന്റാത്തോൾ എന്ന് പറഞ്ഞ സാധനം കുത്തിവെച്ച് അത് ലോകത്ത് ഒരിടത്തും അംഗീകരിച്ചിട്ടില്ല, ഇന്ത്യയിൽ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ പറയുന്ന ഒരാളുടെ ആ റിസൾട്ട് അയാൾ പറഞ്ഞ കാര്യങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല. എന്തിനാ അതൊക്കെ CBI ഇപ്പോഴും പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെങ്കിലും ചെയ്തെന്ന് കാണിക്കാനാണ്. അങ്ങനെയുള്ളതൊക്കെ CBI നിർത്തണം. അത് കോടതി സ്വീകരിക്കാത്ത ഒരു സാധനം CBI ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇപ്പോഴത്തെ ഒരു പുതിയ സൂചന വെച്ച് ഇപ്പോൾ അർജുനെ സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റ് ചെയ്തു. അത് ഒരു ക്ലൂ ആയി എടുത്തിട്ട് CBIക്ക് ഇനി അന്വേഷണമായി മുന്നോട്ട് പോകാൻ കഴിയുമോ? പുതിയൊരു പുനരന്വേഷണം വന്നാൽ അതിൽ നിന്നും എന്തെങ്കിലും ക്ലൂ കിട്ടുമോ? തീർച്ചയായിട്ടും കൊണ്ടുപോകുമല്ലോ. അത് റീഓപ്പൺ ചെയ്യണമല്ലോ. അവർ ക്ലോസ് ചെയ്തെങ്കിൽ റീഓപ്പൺ ചെയ്തതിന് എന്താ തടസ്സം? ഒരു കേസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വിവരം കിട്ടിയാൽ വീണ്ടും റീഓപ്പൺ ചെയ്യുക. നമ്മുടെ ദിലീപിന്റെ കേസിനകത്ത് അങ്ങനെയല്ല ഉണ്ടായി, കണ്ടില്ലേ? ട്രയൽ തുടങ്ങി കഴിഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്ത് അത് ട്രയൽ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. അങ്ങനെയല്ല മറ്റേ സിനിമാ സംവിധായകനും ഒക്കെ അതിൻ്റെ അകത്ത് വീണ്ടും ബാലേന്ദ്രകുമാറൊക്കെ വന്നത്. എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം, ഒരു പ്രാവശ്യമല്ല 10 പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം. പുതിയ വിവരം അനുസരിച്ച് എപ്പം റീഓപ്പൺ ചെയ്ത് പുതിയ എവിഡൻസ് ചേർക്കാം. അതിന് ആര് നിയമ തടസ്സവും ഇന്ത്യയിലില്ല. അത് ഇവിടെ എന്തുകൊണ്ട് ചെയ്തുകൂടാ? പക്ഷേ ഇത് അന്വേഷിക്കേണ്ട ചില ഏരിയകളുണ്ട്. എങ്ങനെയാണ് ഇയാളുടെ വാലറ്റും അയാളുടെ മൊബൈൽ ഫോണും ഒക്കെ ഇയാൾ കൈവശപ്പെടുത്തിയത്?
എപ്പോഴും എവിടെ വെച്ച് ഏത് സമയത്ത്. ഇയാൾ പിന്നാലെയുള്ള ഈ കാറിനകത്ത് ഗോൾഡ് ഉണ്ടെന്ന് കണക്കാക്കി ആൾക്കാർ ചേസ് ചെയ്ത് നിറഞ്ഞുകൊണ്ട് ഇയാൾ പുറകിൽ കാറിലുണ്ടായിരുന്നോ നോക്കിയോ? ഈ പ്രകാശൻ തമ്പിയും മറ്റൊരാരെങ്കിലും ഈ കാറിലുണ്ടായിരുന്നോ? പിന്നാലെ വന്ന കാറിലുണ്ടായിരുന്നോ നോക്കിയോ? ഒരു ഗോൾഡ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എസ്കോട്ട് ഉണ്ടാവും. അവിടെ നിന്ന് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർ അവർ വേറെ. അപ്പം 4-5 കാറുണ്ടാവും. ഒരു വാഹനത്തിൽ സ്വർണം കൊണ്ടുപോകുന്നുണ്ട്, പിന്നാലെ 4-5 വാഹനമുണ്ട്. വഴിക്ക് അവർ ഇൻഫർമേഷൻ പറ്റി ഇന്റർസെപ്റ്റ് ചെയ്യുക. അതല്ലേ ഈ സ്വർണം പൊട്ടിക്കലെന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് അങ്ങനെ ഒരു ഡൗട്ട് തോന്നിയത് എന്തുകൊണ്ട് അത് പോലീസ് നോക്കുന്നില്ല, CBI നോക്കുന്നില്ല? ഇനിയെങ്കിലും നോക്ക് എന്നല്ലേ ഞാൻ പറയുന്നത്. എന്തായാലും ഒരു പുനരന്വേഷണം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കാം. വളരെ നന്ദി സാർ.